ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഷെയ്ഖ് സാലിഹുൽ ഫൗസാൻ ഹഫിളഹുല്ലാ അദ്ദേഹം പറഞ്ഞൊരു ഫായിദ കാണാം. അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ, അദ്ദേഹത്തിൻ്റെ തഫ്സീർ എടുക്കുന്ന ക്ലാസ്സിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഇന്ന് ഇങ്ങനെയുള്ള വഅദ്, ജീവനോടെ കുഴിച്ചുമൂടുക എന്ന് പറയുന്ന സമ്പ്രദായം ജാഹിലിയ കാലത്തുള്ളതുപോലെ ഇന്ന് നിലവിലില്ല. പക്ഷേ ഇന്ന് പുതിയൊരു വഅദുണ്ട്, പുതിയൊരു രീതിയിൽ ഈ സമ്പ്രദായം ആളുകൾ നടപ്പിലാക്കിയിട്ടുണ്ട്. അതെന്താണ്? പെൺകുട്ടികളെ ആൺകുട്ടികളെ പോലെ വളർത്തുക, ആൺകുട്ടികൾക്ക് കൊടുക്കേണ്ട തെർബിയത്ത് പെൺകുട്ടികൾക്ക് കൊടുക്കുക. ഇതൊരു തരത്തിലുള്ള വഅദാണ്, പെൺകുട്ടിയെ ജീവനോടെ കുഴിച്ചു മൂടുന്നതിന് തുല്യമാണ്. കാരണം എന്താണ്? അവൾ യഥാർത്ഥത്തിൽ പെൺകുട്ടിയാണ്. ആൺകുട്ടിയുടെ സ്വഭാവവും ആൺകുട്ടികളുടെ രീതികളും ആൺകുട്ടികൾക്ക് ഉള്ള ഉത്തരവാദിത്തങ്ങളും അവരുടെ സ്വപ്നങ്ങളും ഒക്കെ പെൺകുട്ടികളുടെ തലയിൽ വെച്ച് കൊടുത്തതോടുകൂടി അവളുടെ വ്യക്തിത്വം നഷ്ടപ്പെട്ടു. അവൾ മരിച്ചതുപോലെയാണ്. ആൾക്കൊരു പെണ്ണായി പിന്നെ ജീവിക്കാൻ സാധിക്കുകയില്ല. ആൾക്ക് പിന്നെ ഒരു ജോലിയില്ല എന്നുള്ള വിഷമമാണ്, സമ്പാദിക്കാൻ പറ്റുന്നില്ല എന്നുള്ള ദുഃഖമാണ്, വീട്ടിൽ കുടുങ്ങിപ്പോയി എന്നുള്ള വിഷമമാണ്. അങ്ങനെ അവളുടെ ജീവിതം അർത്ഥമില്ലാതെയാക്കുകയാണ്. യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ കൽപ്പന എന്താണ് സ്ത്രീകളോട്? വഖർന ഫീ ബുയൂത്തികുന്ന വലാ തബറജ്ന തബറുജൽ ജാഹിലിയ്യത്തുൽ ഊല. വീടാണ് അവരുടെ പ്രവർത്തന മേഖല. വീട് ഭരിക്കുക എന്നുള്ളതാണ് അവരുടെ ഉത്തരവാദിത്വം. വകുല്ലുക്കും റാഇൻ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഇയ്യതിഹി. ഓരോരുത്തർക്കും അള്ളാഹു അധികാരം ഏൽപ്പിച്ചിട്ടുണ്ട്. വൽ മർഅതു റാഇയത്തുൻ ഫീ ബൈതി അഹ്ലിഹ. ഒരു പെൺകുട്ടി, ഒരു സ്ത്രീ അവളുടെ വീട്ടിലെ ഭരണാധികാരിയാണ്. അപ്പോൾ വീട് കൊണ്ട് നടക്കുക എന്ന് പറയുന്നത് വലിയ ഒരു സ്ഥാനവുമാണ്, ഉത്തരവാദിത്വവുമാണ്. എന്നാൽ അതിൽ യാതൊരു അർത്ഥവുമില്ല. നേരെ മറിച്ച് ആൺകുട്ടികൾക്ക്, പുരുഷന്മാർക്ക് എന്തൊക്കെ ഉത്തരവാദിത്തങ്ങളുണ്ടോ, അവർക്ക് എന്തൊക്കെ സ്വപ്നങ്ങളുണ്ടോ, അതിലൊക്കെ അവരോട് മത്സരിച്ച് ഒപ്പത്തിനൊപ്പം എത്തിയാൽ മാത്രമേ ജീവിതത്തിന് അർത്ഥമുള്ളൂ എന്നൊരു പെൺകുട്ടി പഠിച്ച് മനസ്സിലാക്കിയാൽ എന്തായി? സ്വാഭാവികമായും പ്രകൃതിയിൽ അള്ളാഹു വെച്ചിട്ടുള്ള നിയമം അവൾ അനുസരിക്കേണ്ടി വരും. കുറച്ചു കാലം കഴിഞ്ഞാൽ ഒന്നുകിൽ അവൾ വീട് മാത്രം നിയന്ത്രിക്കുന്ന ഒരു ഉമ്മയായി മാറും, അതല്ലെങ്കിൽ വീടിൻ്റെ ഉത്തരവാദിത്വവും വേറെ എന്തെങ്കിലും ഒരു ജോലിയും കൂടിയുള്ള ഇരട്ടിപ്പണിയുള്ള ഒരാളാകും. എന്തായാലും ഈ ഉത്തരവാദിത്വം ഇല്ലാതാകുന്നില്ല. എത്ര പുരോഗമനമുള്ള കുടുംബത്തിലാണെങ്കിലും, എത്ര പുരോഗമനമുള്ള പെൺകുട്ടിയാണെങ്കിലും, വിദ്യാഭ്യാസമുള്ളവളാണെങ്കിലും. അപ്പോൾ ഈ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് അവളെ സംബന്ധിച്ചിടത്തോളം ഭാരമായി മാറും. അത് ഒരു തരത്തിലുള്ള കുഴിച്ചുമൂടലാണ് എന്ന് ഷെയ്ഖ് സാലിഹുൽ ഫൗസാൻ ഹഫിളഹുല്ലാ അദ്ദേഹം പറഞ്ഞത് കാണാം.